അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധീരനായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാടുകളിൽ റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ നബിദിന പരിപാടികൾ, പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞ് മുമ്പൊന്നും പരിചയമില്ലാത്ത സലഫു സ്വാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ ആ പ്രവാചകനെ പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലും സ്നേഹിക്കുക എന്ന ചില പ്രവണതകൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുണ്ട്. തഴവ ഉസ്താദ് എന്ന് പറയുന്ന സമസ്തയിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 2 വരി കഷ്ണം നമുക്ക് കാണാൻ സാധിക്കും. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറയുന്ന 2 വരി. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ചർച്ച. കാരണം അദ്ദേഹത്തിൻ്റെ തഴവ ഉസ്താദിൻ്റെ മകളുടെ മകൻ ഇന്ന് വലിയ പ്രാസംഗികനാണ്. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇന്നലെ കേൾക്കാനിടയായി. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് എത്ര കണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുകയാണ്. സ്വന്തം ഉമ്മയുടെ ഉപ്പയെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ മൗലൂദ് ആഘോഷമെന്ന് പറയുന്ന ഈ ബിദ്അത്തിനെ ആളുകൾക്ക് മുമ്പിൽ വലിയ സംഭവമാക്കി അവതരിപ്പിക്കാനും നടത്തിയ ഒരു പ്രസംഗം 1 വർഷം മുമ്പ് നടത്തിയതാണ് എങ്കിലും ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും അതിൽ പരാമർശിക്കപ്പെട്ട ചില കാര്യങ്ങളെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, സലഫികൾ, അതായത് മൗലൂദ് വിരോധികൾ, വഹാബികൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉദ്ധരിക്കുന്നത്. അവർ തഴവ ഉസ്താദിൻ്റെ ഈ 2 വരി കഷ്ണം കൊണ്ട് തഴവ ഉസ്താദ് മൗലൂദ് വിരോധിയാണ് എന്ന് പ്രഖ്യാപിക്കാനും അത് സ്ഥാപിക്കാനും ശ്രമിക്കുന്നു എന്നാണ്. അത് നമുക്ക് ആ ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം. അവരെല്ലാം റബീഉൽ അവ്വൽ ആകുമ്പോൾ ഈ 2 വരിയായിട്ട് വരികയാണ് രംഗപ്രവേശനം ചെയ്യുക. ഏതാ വരി? തഴവ ഉസ്താദിന്റെ വരി. ആരായി തഴവ ഉസ്താദ്? എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണെന്ന് തഴവ ഉസ്താദ് തന്നെ പറയുന്നില്ലേ? സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ വ്യക്തമായി അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങൾ ഇത് ആചരിക്കുന്നത്? ഈ മൗലിദ് ആചരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ബാലിശമായ വാദം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ തഴവ ഉസ്താദ് പറഞ്ഞത് എന്താണ്? തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ. കേട്ടില്ലേ സഹോദരങ്ങളെ? അതായത് തഴവ ഉസ്താദ് എന്തിനാണ് ഇത് പറഞ്ഞത് എന്നും ശേഷമുള്ള ഭാഗം കട്ടുമുറിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് ഉദ്ധരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം ആദ്യമായി ആരോപിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഭാഗം ഉദ്ധരിക്കുന്നത്? അതാദ്യം വ്യക്തമാക്കാം. ഒരിക്കലും തഴവ ഉസ്താദ് മൗലൂദിനെതിരാണ് എന്നോ ഇന്ന് കാണുന്ന നബിദിന ആഘോഷങ്ങൾക്കെതിരാണോ എന്ന് വാദിക്കാൻ വേണ്ടിയല്ല. മറിച്ച് പ്രവാചകൻ്റെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഏറ്റവും ഉത്തമമായ 3 നൂറ്റാണ്ടുകളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈയൊരു മൗലൂദ് ആഘോഷം വർഷത്തിൽ റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു 12 ദിവസം പ്രത്യേകമായ കിതാബ് മഗ്രിബിന് ശേഷം ഇരുന്ന് പള്ളിയിൽ ഉച്ചത്തിൽ ആളുകൾ കൂടിയിരുന്ന് ഓതുകയും അതിനുശേഷം ഒരു ചീരണി വിതരണം ചെയ്യുകയും പിന്നെ റബീഉൽ അവ്വൽ 12 പുലർച്ചെ സുബഹിക്ക് ശേഷം ഈ മൗലൂദ് പാരായണവും നേർച്ച വിതരണവും അതുപോലെ തന്നെ ചോറും ബിരിയാണിയും ഒക്കെ വിതരണം ചെയ്യുക. പിന്നെ അതിനുശേഷം ളുഹാന് ശേഷമുള്ള സമയം ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക പോലെയുള്ള ഇന്ന് കാണുന്ന ഒരു നിലക്കുമുള്ള പ്രവാചക സ്നേഹമെന്ന സംഭവം അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു പ്രവാചക സ്നേഹം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഊന്നിപ്പറയുന്നത്. അത് തന്നെയാണ് തഴവ ഉസ്താദ് അവിടെ ഉദ്ധരിച്ചിട്ടുള്ളതും എന്നതാണ് നമ്മൾ പറയാറുള്ളത്. അതായത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ,
അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പോൾ ഹിജ്റ 300 മുമ്പ്, അതായത് ഹിജ്റ 300 ശേഷം വന്ന ഒരു സംഗതി ഒരിക്കലും മുമ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കാലം മുതൽ ഹിജ്റ 300 വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു നബിദിന ആഘോഷ പരിപാടികൾ ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ കാണാൻ സാധ്യമല്ല എന്നതിനെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിനെ എടുത്തത്. എന്നാൽ അതുപോലും ഈ തഴവ ഉസ്താദിൻ്റെ ഈ ബൈത്തിനെപ്പോലും ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുക, ചരിത്രത്തെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തെ തന്നെ ദുർവ്യാഖ്യാനിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സംസാരങ്ങൾ പോകുന്നത്. അതായത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഖതീബ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു വലിയ സമുന്നതനായ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരു മനോഹരമായ ഗ്രന്ഥം രചിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന മദ്ഹുകൾ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ടൊരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ. അത്തൻവീർ എന്നൊരു മൗലിദ് രചിച്ചു. എപ്പോൾ? ഹിജ്റ 300. ആരാണ് രചിച്ചത്? ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഖതീബ്, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. അദ്ദേഹം ഒരു മൗലിദ് രചിച്ചു. ആ മൗലിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുദഫർ രാജാവ്, ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ്. മുദഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചിട്ടുണ്ട്. വലിയ സമുന്നതനായ വ്യക്തിത്വം, വലിയ സമുന്നതനായ രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ പോരാ, മുഹിബ്ബുർ റസൂലാണ്, ആശിഖുർ റസൂലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? വല്യുപ്പാൻ്റെ ആ എഴുത്തിനെ ന്യായീകരിക്കാനും അതിനെ ദുർവ്യാഖ്യാനിക്കാനും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇബ്നു ദഹിയ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ വലിയ പണ്ഡിതനും ഷെയ്ഖുൽ ഖതീബും റളിയല്ലാഹു അൻഹു എന്നുവരെ അദ്ദേഹം അവിടെ അദ്ദേഹത്തെ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി തർലിയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിഷയം ഞാൻ അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ആരാണ് ഇബ്നു ദഹിയ എന്നത്? ഇബ്നു ദഹിയ ജീവിച്ചിരുന്നതും മുദഫർ രാജാവ് ജീവിച്ചിരുന്നതും ഏത് കാലഘട്ടത്തിൽ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ഹിജ്റ 300 എന്നാണ്. ചരിത്രത്തെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ്. ഹിജ്റ 600 ശേഷമാണ് മലിക്കുൽ മുദഫർ ജീവിക്കുന്നത്, അതുപോലെ തന്നെ ഇബ്നു ദഹിയ ജീവിക്കുന്നത്. അപ്പോൾ വല്യുപ്പാൻ്റെ ആ എഴുത്തിനെ, ആ കവിതയെ ന്യായീകരിച്ചുകൊണ്ട് ചരിത്രത്തെ കോർത്തിണക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നിങ്ങൾ കണ്ടത്. ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തഴവ ഉസ്താദും കൊണ്ടുവരുന്നത് മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവനാണവൻ ധർമ്മിഷ്ഠന എന്ന് പറയുന്ന വരിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വല്യുപ്പയും ചരിത്രത്തിൽ ചില സ്ഖലിതങ്ങൾ അവിടെ നടത്തിക്കൊണ്ടാണ് ഈ ഒരു അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ രചിച്ചത്. അതിനെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം വീണ്ടും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൗലൂദ് അതിൻ്റെ ആചരണം തുടങ്ങിയതപ്പോൾ നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിജ്റ 300 ശേഷം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ പണ്ഡിതന്മാരും, ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയ വസ്തുതയാണ്. ഹിജ്റ 300 ശേഷമാണ് ഈ മൗലൂദ് ആഘോഷം, പരിപാടികൾ, മീലാദി സംഗമങ്ങൾ, അതുപോലെയുള്ള എല്ലാ നിലക്കുമുള്ള ആഘോഷങ്ങൾ വന്നത് ഹിജ്റ 300 ശേഷമാണ്. അതാരാ തുടങ്ങി വച്ചത്? ഷിയാക്കളാണ്. ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം വഴിപിഴച്ചു പോയ ഷിയാക്കളാണ് ഈ ഒരു സംവിധാനം, ഈ ഒരു ആചാരം, ഈ ഒരു ബിദ്അത്ത് മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയത് ഷിയാക്കളാണ്. പിന്നെ അവിടെ നിന്ന് സൂഫികൾ, അവിടെ നിന്ന് 200 വർഷങ്ങൾക്കപ്പുറമാണ് മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന രാജാവ് ഇതിനെ വിപുലമായി നടത്തുന്നത്. അതിന് 5000 ആടുകളും അതുപോലെ തന്നെ കോഴികളും ചുട്ടും പൊരിച്ചും അങ്ങനെ വിപുലമായ രൂപത്തിൽ അതിനെ സംഘടിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? മലിക്കുൽ മുദഫർ നടത്തിയതുപോലെയുള്ള വിപുലമായ സംഗതി 300 വർഷങ്ങൾക്ക് മുമ്പില്ല. അതാണ് തഴവ ഉസ്താദ് ഇവിടെ പറഞ്ഞത്. അതല്ലാതെ മൗലൂദ് കഴിക്കുന്ന സംവിധാനം തന്നെ 300 വർഷങ്ങൾക്ക് മുമ്പില്ല എന്നല്ല ഉദ്ദേശിച്ചത് എന്ന് ദുർവ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ് മവാഹിബുൽ ജലിയയിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠനാ.
മൗലിദ് കഴിക്കാൻ എന്ത് ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്ത് ആഘോഷമാ. മൗലിദ് കഴിക്കുന്ന അന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 അലുവായുമുണ്ട് ഓരോ തരം. മുളഫർ രാജാവ് കഴിച്ചിരുന്നതാകുന്ന ഈ രീതിക്കുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. ഏത് രീതിക്കുള്ളത്? 5,000 ആടും 10,000 കോഴി മറത്ത് 1,30,000 പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗലിദ് കഴിക്കൽ മുമ്പൊന്നും പതിവില്ല. കാരണം എന്താ? മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന്റെ കാരണം എന്താ? ബഹുമാനപ്പെട്ടവർ ജനിച്ചത് 300-ന് ശേഷമാണ്. ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ. മുളഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിജറ 300-ന് ശേഷമാണ്. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറയുന്നത് അത് ഹിജറ 300-ന് ശേഷം വന്നതാ. ഈ രീതിയിലുള്ളതാകുന്ന വിശാലമാക്കപ്പെട്ടതാകുന്ന മൗലിദ് കഴിക്കലും ആചരണവും ഹിജറ 300-ന് ശേഷം വന്നതാണ്. കാരണം ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖ് ഇബ്നു ഖയ്യാർ റളിയല്ലാഹു അൻഹുവിന്റെ അത്തൻവീർ എന്ന് പറയുന്ന മൗലിദ് അത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ മുളഫർ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്ത് ആ മൗലിദ് കഴിച്ചുകൊണ്ടുള്ള വിവരമാക്കപ്പെട്ടതാകുന്ന സദ്യസൽക്കാരം 5,000 ആടും 10,000 കോഴിയും അറുത്ത് 1,30,000 പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വളരെ വിപുലമാക്കപ്പെട്ട മൗലിദ് നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവാണ്. മുമ്പ് അങ്ങനെ നടത്തിയിട്ടില്ല. കാരണം ഹിജറ 300-ന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത്, മുമ്പ് ജനിച്ചിട്ടില്ല. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, അല്ലാതെ മൗലിദ് നടന്നിട്ടില്ല എന്നല്ല. കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം കേട്ടല്ലോ. അതായത് ഹിജറ 300-ന് ശേഷം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം എന്നത് ഇബ്നു ദഹിയ അവിടെ അത്തൻവീർ എന്ന് പറയുന്ന മൗലൂദിനെ രചിച്ച് മുളഫർ എന്ന് പറയുന്ന രാജാവിന് കൊണ്ടു കൊടുത്തതിന് ശേഷം ആ മൗലൂദ് പാരായണം ചെയ്യുകയും അതിനുശേഷം ഉള്ള വിപുലമായ സദ്യ വിതരണവുമെല്ലാം അത് ഹിജറ 300-ന് ശേഷം വന്നതാണ് എന്നാണ് തഴവ ഉസ്താദ് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ തഴവ ഉസ്താദിൻ്റെ ഇതേ ഗ്രന്ഥത്തിൽ ഒരു വിഷയം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. തഴവ ഉസ്താദ് പറയുന്നത് എന്താ? ഈ മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് എവിടെ റെഫറൻസ് എവിടെയാണ് നോക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് തഴവ ഉസ്താദ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഹിജറ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നൂറുദ്ദീൻ ഇബ്നു മുർഹാജുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സീറത്തുൽ ഹലബിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഹിജറ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്ര പണ്ഡിതനായ ഷംസുദ്ദീൻ സഖാവി പറഞ്ഞ ഒരു കോട്ടിംഗ് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് തഴവ നേരത്തെ പറഞ്ഞ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. എന്നാൽ എന്താണ് ഹലവി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹലവി പറഞ്ഞത് ഇപ്രകാരമാണ്: ലം യഫ്അലുഹു അഹദും മിനസ് സലഫ് ഫിൽ ഖുറൂനി സലാസ വ ഇന്നമ ഹദസ ബഅദു. അദ്ദേഹം വളരെ വ്യക്തമായ വിഷയം അറബിയിൽ പച്ചക്ക് എഴുതുന്നുണ്ട്. എന്താണ് എഴുതിയത്? ലം യഫ്അലുഹു അഹദും മിനസ് സലഫ്, മുൻഗാമികളായ ഫിൽ ഖുറൂനി സലാസ, 3 ഉത്തമ നൂറ്റാണ്ടിലെ മുൻഗാമികളായ ഒരാൾ പോലും ഈ രൂപത്തിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ലം യഫ്അലുഹു അഹദുൻ, ഒരാളും പ്രവർത്തിച്ചിട്ടില്ല. അതായത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ആഘോഷം എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. റബീഉൽ അവ്വൽ 12 വരുമ്പോൾ പ്രത്യേകമായ ആചരണവും അതുപോലെ തന്നെ ഭക്ഷണ വിതരണവും ഘോഷയാത്രകളും ഒന്നും മുമ്പ് 3 ഉത്തമ തലമുറകളിൽ 3 നൂറ്റാണ്ടുകളിൽ ഒരാൾ പോലും പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അത് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്, വ ഇന്നമ ഹദസ ബഅദു, അതിനുശേഷമാണ് ഇത് സംഭവിച്ചത് എന്ന്. അതിനുശേഷമാണ് ഇത് സംഭവ്യമായത്, അത് പുതുതായി ഉണ്ടായതാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ കളവ് ഇവിടെ പൊളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഈ ദുർവ്യാഖ്യാനം ഇവിടെ പൊളിക്കുകയാണ്. ഇല്ലെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ മൗലവി ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്, സഹാബത്തിൽ ആരാണ് ഈ രൂപത്തിൽ അല്ലെങ്കിൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ൻ്റെ അന്ന് പ്രത്യേകമായി ഒരു കാരക്കയെങ്കിലും കൊടുത്തത് നിങ്ങളിവിടെ തെളിയിക്കണം. രണ്ടാമത്തത് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു.
ഇബ്നു ദഹിയ ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്താണ്? ദീനിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ആക്ഷേപിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇബ്നു ദഹിയ. ദീനിനെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ട രൂപത്തിൽ ആശയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ദുർവ്യാഖ്യാനിച്ചും ആയത്തിനെയും ഹദീസിനെയും കട്ടുമുറിച്ചും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു ഇബ്നു ദഹിയ. മാത്രമല്ല പണ്ഡിതന്മാരാൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തിയാണ് ഇബ്നു ദഹിയ. പിന്നെ എങ്ങനെയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയുക? മാത്രമല്ല ദീനിൻ്റെ വിഷയത്തിൽ തെളിവിനെടുക്കാൻ സാധിക്കുകയില്ല എന്ന് മുദ്ര കുത്തിയ ആളായിരുന്നു ഇബ്നു ദഹിയ. പിന്നെ എങ്ങനെയാണ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ആവുക? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ആകാൻ കാരണം മൗലൂദുണ്ടാക്കി, അവർക്ക് ശാപ്പാടിനുള്ള എല്ലാ വകയും ഉണ്ടാക്കി വെച്ചു കൊടുത്തു എന്നത് മാത്രമാണ് ഇവിടെ അവർക്കുള്ള ഒരു ന്യായം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ഫളലുകൾ, അതായത് മൗലൂദ് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഫളലുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ഭാഗം കൂടി ഒന്ന് കേട്ടിട്ട് ആ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് തഴവ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയ തന്നെ ഉള്ള വരികളാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. എന്തൊക്കെ പോരിശകളാണ് പറയുന്നത്! മൗലൂദ് പാരായണം ചെയ്യാൻ അതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുകൂടെ നമുക്കത് കേൾക്കാം. അത് ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഖൈറുകൾ ഉണ്ടാകും, സർവ്വ മുസീബത്തുകളെ തൊട്ട് അവനെ കാവൽ കിട്ടും. എല്ലാവിധ ഖൈറുകളും ഉണ്ടാകും, സർവ്വ മുസീബത്തുകളും മാറിക്കിട്ടും. ഇനി അവിടെ തീർന്നില്ല, ബാക്കി വിശദീകരിക്കുന്നു, കേൾക്കാം. കള്ളന്റെ ശല്യം ഒഴിവാകും, കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയത്തും. കള്ളന്റെ ശല്യം ഒഴിവാകും, കണ്ണേറ് ബാധിക്കുകയില്ല, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. തീർന്നില്ല, ഇനിയും വിശദീകരിക്കുന്നു, കേൾക്കാം നമുക്ക്. കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്ന് വേണ്ട എല്ലാ ശുറൂറുകളെ തൊട്ടും സംരക്ഷണം മൗലിദ് ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തഴവ ഉസ്താദ് തന്നെ അൽ മവാഹിബുൽ ജലീലിൽ പറയുന്നു. കേട്ടില്ലേ? കൂടോത്രങ്ങളിൽ നിന്നും എല്ലാവിധ ഷറുകളിൽ നിന്നും കാവൽ, എല്ലാവിധ ഖൈറുകളും ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ഖൈറ് വേണോ, എന്തൊക്കെ ഷറിൽ നിന്ന് രക്ഷപ്പെടണോ എങ്കിൽ വീട്ടിൽ മൗലിദ് പാരായണം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ശംസുദ്ദീൻ മൗലവി, എന്താണ് നിങ്ങൾക്കിത് പറയാനുള്ള അടിസ്ഥാനം? വെറും നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയായ തഴവ ഉസ്താദ് പറഞ്ഞു വച്ചത് മാത്രമാണോ നിങ്ങൾക്ക് തെളിവ്? ദീനിൽ അതാണോ തെളിവ്? ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആനിലോ തിരുവചനങ്ങളിലോ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലോ എവിടെയെങ്കിലും ഇത് കാണാൻ പറ്റുമോ? ഒരു ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ അതിൻ്റെ അസിലറിയാത്ത പണ്ഡിതനാണോ നിങ്ങൾ? നിങ്ങൾ ഇതിന് കൃത്യമായ വ്യക്തമായ ഉത്തരം, മറുപടി പറയേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ, സമൂഹത്തിനെ തിന്മയിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എത്ര കണ്ട് ബാക്കിയുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് കൃത്യമായ ഉദ്ധരണികൾ, അതുപോലെ തന്നെ തെളിവുകൾ ഉദ്ധരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കളവിന്, ആ ഒരു ചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ചത് ഇബ്നു ദഹിയ ആരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അതോടൊപ്പം ഹിജറ 300-ലാണോ നമ്മുടെ മലിക്കുൽ മുളഫർ ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കബളിപ്പിക്കൽ മാത്രമാണ്. വെറും കബളിപ്പിക്കലിലൂടെ ജനങ്ങളെ ബിദ്അത്തിലേക്ക് ക്ഷണിച്ച് അതിലൂടെ അവരുടെ വയറ് നിറയ്ക്കാനുള്ള പണികളാണ് എടുക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഊന്നിപ്പറയുന്നു. നമ്മളൊരിക്കലും ഇത്തരം കെട്ടുകഥകളിലേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ച കിതാബിൻ്റെ പിന്നിലേക്കോ അല്ല നമ്മൾ പോകേണ്ടത്. വിശുദ്ധ ഖുർആനിലേക്കും തിരുവചനങ്ങളിലേക്കുമാണ് നമ്മൾ മടങ്ങേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ്റെ ചര്യയിലില്ല, വിശുദ്ധ ഖുർആനിലില്ല, സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ഉത്തമ തലമുറ എന്ന് പറഞ്ഞ ഒരു നൂറ്റാണ്ടിലും നമുക്ക് ഈയൊരു പ്രവണത
കാണാൻ സാധിക്കുകയില്ല. അവരാരും ഈ നന്മകളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങനെ നന്മയുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ് നിങ്ങൾ പറയേണ്ടി വരിക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അസത്യത്തെയും പിഴച്ചുപോയതിനെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നടക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.